5000 വാങ്ങി തിരിച്ചു നൽകിയത് ഒരു മാനുഷിക പരിഗണന. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു മാനുഷിക പരിഗണന വെച്ച് മാത്രമാണ്. അപ്പോൾ എൻ്റെ പേജിൽ കണ്ട് ഞാൻ ഇട്ടൊരു ജോബ് വേക്കൻസിൻ്റെ ഇടയിൽ ഒരാൾ പെട്ടുപോവുക, അല്ലാണ്ട് കുടുങ്ങിപ്പോയി ഒരു പൈസ ഒരാൾ നഷ്ടപ്പെടുക എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ച് മാത്രമാണ് ഞാൻ എന്താക്കി 5000 ഓർക്ക് ഞാൻ തിരിച്ച് വാങ്ങി കൊടുത്തത്. അതിനുശേഷം 60,000 കൊടുത്തത് എന്നോട് ചോദിച്ചിട്ടല്ല, ഞാൻ അറിയ പോലും ഇല്ല. 60,000 കൊടുത്ത് അയാൾ അവിടെ എത്തി, വിസയിൽ അവിടെ കുടുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് വോയിസ് കേൾക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇയാൾ ഗൾഫ് പോയ കാര്യം തന്നെ. 60,000 കൊടുക്കുന്ന സമയത്ത് ആദ്യം ചെയ്തൊരു കോൾ ഉണ്ടായിരുന്നു, വാട്സപ്പ് കോള്. അറിയോ നിങ്ങളെ പേഴ്സണലായിട്ട് ആയിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ തന്നീനും. അപ്പോൾ അതാണ് ഇപ്പോൾ എനിക്ക് ഇത് കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നുമില്ല. പിന്നെ ഇത് സംബന്ധിച്ചിടത്തോളം പിന്നെ കേസ് കൊടുക്കുന്ന അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. എനിക്ക് ആ കസ്റ്റമർ അയച്ചതിൻ്റെ, അതായത് എൻ്റെ വീഡിയോ കണ്ട് കോൺടാക്ട് ചെയ്ത ആളെ മെസ്സേജ് സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് കൊടുക്കാം. പിന്നെ അയാൾ തന്ന റിപ്ലൈ വോയിസ് റെക്കോർഡ് ഞാൻ അതിൽ പരമാവധി ഒരുപാട് വോയിസ് റെക്കോർഡ് ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് പ്രധാനപ്പെട്ട 1-2 വോയിസ് റെക്കോർഡ് എന്തായാലും ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഫ്രണ്ടായിട്ട് എന്തായാലും കൊടുക്കുന്നുണ്ട്. നിങ്ങളത് കേട്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയും. ഞാനിപ്പോൾ എനിക്കെന്തായാലും ഈ കേസ് ബാധിക്കില്ല. അപ്പോൾ ഇയാൾ അതിൽ പറയുന്ന കുണ്ടറ മിനിസ്റ്ററെയും പിന്നെ SP ഓഫീസിലൊക്കെ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ അവരോട് പറയുന്നത് വെച്ചാൽ നിങ്ങൾ SP ഓഫീസിൽ നിങ്ങളെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കേസ് കൊടുക്കണം, നിങ്ങളത് നേടിയെടുക്കണം. നിങ്ങൾക്ക് എങ്ങനെ ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. പക്ഷേ മൂപ്പർ പറയുന്നത് ഇനിയും നിന്റെ കമ്പനിയെയും ഇനി ആ വീഡിയോ ചെയ്തൊരു വേറൊരു ലേഡിയാണ്, ഈ ഗൾഫ് ജോബ് വേക്കൻസിൻ്റെ റീൽ ചെയ്തത് വേറൊരു ലേഡിയാണ് എൻ്റെ ഒപ്പം ഉള്ള. അപ്പോൾ ആ ലേഡി ഞാൻ കൊടുക്കുക, ലേഡിൻ്റെ പേരും കൂടി ഇതിനെ ഇൻവോൾവ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞാൽ ഇത് എന്നെ ബാധിക്കില്ല. കാരണം വെച്ചാൽ ആദ്യം 5000 പോയ സമയത്ത് ഞാൻ അയാളോട് കോൺടാക്ട് ചെയ്ത് അയാളുടെ സങ്കടം കണ്ട് അയാളുള്ളൊരു ഇത് കൊണ്ട് ഞാൻ 5000 തിരിച്ച് വാങ്ങിക്കൊടുത്തു. അതിനുശേഷം അയാൾ 60,000 കൊടുത്തത് എന്നോട് ചോദിച്ചിട്ട് ഞാൻ അറിയുക പോലും ഇല്ല. ഇയാളിപ്പോൾ അയാളെ കൊടുത്തിക്കെന്ന് പറയുന്നത് എനിക്ക് തെളിവ് എൻ്റെ കയ്യിലൊന്നും ഇല്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞാൽ എനിക്കിത് ബാധിക്കില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്തോളി, എൻ്റെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന ഞാനും ചെയ്തോളാം എന്നാണ് ഇപ്പോൾ പറഞ്ഞ് ലാസ്റ്റ് വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഫ്രണ്ടായിട്ട് എൻ്റെ ക്ലിപ്പ് ഞാൻ കൊടുക്കാം, വോയിസ് റെക്കോർഡും അതിൻ്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് ഞാൻ സഹിതം ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി.